കൃഷ്ണ. നമസ്തേ. ജ്യോതിഷ കൈരളിയിലേക്ക് സുസ്വാഗതം. നമ്മൾ ഈ വർഷത്തെ വിഷുഫലത്തിലേക്കാണ് വരുന്നത്. വിഷുഫലം എന്ന് പറയുമ്പോൾ നമ്മൾ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വിഷുഫലം പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം കഴിഞ്ഞ കുറച്ച് കാലം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വളരെ ധനപരമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യ വിഷയങ്ങളിലുമൊക്കെ വളരെ കഷ്ടത അനുഭവിച്ചൊരു കാലമാണെന്ന് തന്നെ പറയും. അതിലൊരു മാറ്റം വരികയാണ്. വൃശ്ചികക്കൂറെന്ന് പറയുമ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, വിശാഖത്തിൻ്റെ അവസാനത്തെ ഒരു പാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അഷ്ടമത്തിൽ വ്യാഴം നിന്നിരുന്നൊരു കാലമായിരുന്നു. ഈ വിഷുഫലം വരുമ്പോൾ ആദ്യം ഒരു ചെറിയ ചേഞ്ചൊക്കെ വരുന്നുണ്ട്. ചെറിയ ചേഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷുഫലത്തോടു കൂടി നിങ്ങൾക്ക് സന്താനങ്ങളെ കൊണ്ട് ഗുണവും സന്താനങ്ങൾക്ക് അനുഭവയോഗവും പഠന ഗുണവും വിദേശ യോഗവും ഉപരിപഠനമൊക്കെ നടക്കുകയും സന്താനങ്ങളെ കൊണ്ട് സന്തോഷിക്കാവുന്ന അവസരങ്ങളും വരും. ഇതൊരു വലിയ അനുഗ്രഹമാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ വ്യാഴം, അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം, ധനപരമായിട്ടുണ്ടായിരുന്ന കഷ്ടതകളും കടവുമൊക്കെ നീങ്ങി ഒന്ന് പുഷ്ടിപ്പെടാനുള്ള അവസരം വരികയാണ്. ഈ ജൂൺ മുതൽ പിന്നെ അങ്ങോട്ട് വ്യാഴം നമുക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ കഷ്ടതകളെല്ലാം നീങ്ങുകയാണ്. അതായത് ഈ ഒരു വർഷത്തോടു കൂടി ജൂൺ മുതൽ നിങ്ങൾ ആണ് നമുക്ക് സർവേശ്വരകാരകനെ വ്യാഴമാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടത്. കാരണം നമുക്ക് അനുഭവ ഗുണം, സന്താനങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ധനം, ഐശ്വര്യം ഇതൊക്കെ തരുന്ന ദൈവാധീനം വർദ്ധിപ്പിക്കുന്നത് വ്യാഴമാണ്. സർവേശ്വരകാരകനെ വ്യാഴം ജൂൺ ആകുമ്പം ഭാഗ്യസ്ഥാനത്തേക്ക് വരികയും പിന്നെ തുടർച്ചയായിട്ട് അത് കഴിഞ്ഞ് കർമ്മസ്ഥാനത്തേക്കും പിന്നെ അത് കഴിഞ്ഞ് ലാഭസ്ഥാനത്തേക്കും വരികയാണ്. തുടർച്ചയായിട്ട് ഒരു 3 വർഷം നിങ്ങൾക്ക് നല്ലതായിരിക്കും. ധനപരമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു നല്ല ചേഞ്ചിൻ്റെ കാലം വരികയാണ്. അത് ഉപയോഗപ്പെടുത്തണം. കാരണം കഷ്ടകാലം വരുമ്പോൾ നിലവിളിച്ചവർ നല്ല കാലം വരുമ്പോൾ ഇതെല്ലാം മറന്നു. അത് പോരാ. നല്ല കാലം വരുമ്പോഴും ദൈവത്തിനെ വിളിക്കുക, പ്രാർത്ഥനകളും ധ്യാനവും മുടക്കാതിരിക്കുക. നല്ല കാലത്തും നമുക്ക് വരുന്ന ധനവും ഐശ്വര്യവും കടങ്ങൾ തീർത്ത് അതിനെ അസറ്റാക്കി മാറ്റി ഗുണകരമായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളെ മിടുക്കാണ്. കാരണം ഇന്നൊരു നല്ല കാലം വരുമെങ്കിൽ നാളെ അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് കുറച്ച് കഷ്ടകാലം വന്നേ പറ്റും. അത് പ്രകൃതിയുടെ നിയമമാണ്. അപ്പോൾ അതുകൊണ്ട് പണ്ടുള്ളവർ പറയും, സമ്പത്ത് കാലത്ത് തൈ 10 വെച്ചാൽ ആപത്ത് കാലത്ത് കാ 10 ഇറക്കാം. അതുകൊണ്ട് വരുന്ന സമ്പത്ത് കാലം നല്ല കാലം ഉപയോഗപ്പെടുത്തുക. ജോലിയിലും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഗുണകരമായ മാറ്റം വരുത്താൻ പറ്റിയ സമയമാണ് ഈ ജൂൺ മുതൽ അങ്ങോട്ട്. കർമ്മസ്ഥാനത്ത് മാറ്റം വരും. അതായത് നല്ല പുതിയ ജോലിയോ അല്ലെങ്കിൽ കമ്പനി മാറുകയോ അതല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ പ്രമോഷനോ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫറോ ഒക്കെ കിട്ടാൻ അനുകൂലമായ സമയമാണ്. ഇനി മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിൽ നമ്മൾ കിട്ടുകില്ല എന്ന് വിചാരിച്ച് എഴുതിത്തള്ളി കളഞ്ഞിരുന്ന ധനം ചിലപ്പോൾ ഈ വരുന്ന ജൂൺ കഴിയുമ്പോൾ അങ്ങോട്ട് വരുന്ന ഈ വർഷം നമുക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. നമ്മൾ നിയമപരമായ എന്തെങ്കിലും കാര്യങ്ങളിൽ നേരത്തെ കേസോ പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഒരു നയപരമായിട്ടും അമിക്കബിളായിട്ട് അത് സെറ്റിൽ ചെയ്യാൻ ഒരു ഒത്തുതീർപ്പ് അവസ്ഥയിലേക്ക് എത്താവുന്ന ഒരു കാലഘട്ടം വരികയാണ്. അത് ഉപയോഗപ്പെടുത്തണം. മറ്റൊന്ന്, നിങ്ങളുടെ ഭൂമിപരമായിട്ടുള്ള എന്തെങ്കിലും ഇടപാടുകളോ കാര്യങ്ങളോ ചെയ്യുകയാണെങ്കിൽ അത് ഗുണകരമായിട്ടേ വരുള്ളൂ. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ്, ഭൂമി ഇടപാട്, പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ് ഇതിലൊക്കെ ഇടപെട്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇനി വരുന്ന ഈ ജൂൺ തൊട്ട് അങ്ങോട്ട് ഒരു വർഷം നന്നായിരിക്കും. അതായത് ഈ പുതുവർഷത്തിൽ നമ്മൾ പുതുവർഷം എന്ന് പറയുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ വിഷുഫലമാണ് പുതുവർഷം. കാരണം വിഷുവിൽ എന്താണ് സംഭവിക്കുന്നത്? ആദിത്യൻ ഉച്ചനായിട്ട് വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ ആദിത്യൻ എന്ന് പറയുന്നത് നമ്മൾ കാണപ്പെട്ട ദൈവമാണ്. രാവിലെ കിഴക്കുതിച്ച് പടിഞ്ഞാറസ്തമിക്കുമ്പോൾ നമ്മുടെ ആയുസിൻ്റെ ഒരു പങ്കും കൊണ്ടുപോകുന്ന, ഒരു ദിവസവും കൊണ്ടുപോകുന്ന മഹാത്മാവാണ്. ഒരാഴ്ച സൂര്യൻ ഉദിക്കാതിരുന്നാൽ ഉണ്ടാകാവുന്ന ഭൂമിയുടെ മാറ്റവും എനർജിയുടെ, നമ്മുടെ പ്രപഞ്ചശക്തിയുടെ മുഴുവൻ ഇതുമായ ആദിത്യനാണ്. ആ ഭഗവാനാണ് നമുക്ക് ഉച്ചനായിട്ട് വരുന്നത്. നമ്മുടെ ജാതകാൽ വ്യാഴവും ആദിത്യനുമാണ് നമ്മുടെ ജീവിതത്തിലെ യോഗഫലങ്ങളും അനുഭവങ്ങളും പൂർണ്ണമായിട്ട് നമുക്ക് തരേണ്ടത്. അതായത് നമുക്ക് ഒരുപാട് യോഗങ്ങൾ നമ്മളെ ജീവിതത്തിൽ ജാതകം എഴുതുമ്പോൾ എഴുതി വയ്ക്കും. പലത് അനുഭവത്തിൽ വരില്ല. കാരണം എന്താണ്? അതിനകത്ത് ആദിത്യൻ്റെയോ അല്ലെങ്കിൽ വ്യാഴൻ്റെയോ ഗുണം ഉണ്ടാവില്ല. അതല്ലെങ്കിൽ പൂർവ്വജന്മ ദോഷങ്ങൾ അല്ലെങ്കിൽ ജനിച്ച തറവാട്ടിന് ശാപദോഷങ്ങൾ കാണും. അവയെ
നമ്മൾ നയപരമായിട്ട് പോസിറ്റീവാക്കി ദൈവാധീനം വർദ്ധിപ്പിച്ച് വന്നാൽ മാത്രമേ ഇതെല്ലാം അനുഭവത്തിൽ വരുള്ളൂ. അപ്പോൾ ആദിത്യന് വളരെ പ്രധാനപ്പെട്ട ഒരു റോളുള്ളത്, ആദിത്യനാണ് നമുക്ക് നമ്മുടെ ജാതകാൽ കിട്ടേണ്ട ഭാഗ്യങ്ങളും അനുഭവങ്ങളും കൊണ്ടുതരേണ്ടത്. ആ ആദിത്യൻ ഉച്ചനായിട്ട് വരുന്നതുകൊണ്ടാണ് ഈ വിഷുഫലത്തിന് ഇത്രയും പ്രാധാന്യം വരുന്നത്. തീർച്ചയായിട്ടും ഈ വിഷുഫലം മുതൽ അങ്ങോട്ട് ജൂൺ മുതൽ, വിഷുഫലം വന്നാൽ ഉടനെ മാറ്റം വരില്ല, ചെറിയ മാറ്റങ്ങളേ വരുള്ളൂ. ജൂൺ മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് മാറ്റം വരും, കടവും ബാധ്യതകളും തീരും, ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും. ജൂണിന് ശേഷം ഒരു ജൂൺ ജൂലൈ ഒക്കെ കഴിയുമ്പോൾ സ്ഥിരമായിട്ടല്ലെങ്കിൽ അപ്രതീക്ഷിതമായി വല്ലപ്പോഴും ഒരു ലോട്ടറിയൊക്കെ എടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾ കോടീശ്വരാകുമെന്ന് ഞാൻ പറയുന്നില്ല, ചെറിയ ചെറിയ ഭാഗ്യങ്ങൾ അപ്രതീക്ഷിതമായി വരാം. അതായത് അപ്രതീക്ഷിത ധനഭാഗ്യത്തിനുള്ള യോഗം ഉണ്ടെന്ന് അർത്ഥം. അതുപോലെ തന്നെ നമുക്ക് പുതിയ പദ്ധതികളോ ബിസിനസ്സിലൊക്കെ പുതിയ പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് ഇറങ്ങിക്കോളൂ. ജൂൺ കഴിയുമ്പോൾ അത് സാക്ഷാത്കരിക്കാൻ കഴിയും. ഈ വർഷം അത് സാക്ഷാത്കരിച്ച് വന്നാൽ തന്നെയും അടുത്ത വർഷം നിങ്ങൾക്ക് 2027 വ്യാഴം കർമ്മസ്ഥാനത്തേക്ക് വരുമ്പോൾ അത് നല്ല ഒരു വളർച്ചയിലേക്ക് എത്തിയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ അതായത് പുതിയ ബിസിനസ്സുകൾ തുടങ്ങുകയോ അല്ലെങ്കിൽ നിലവിലുള്ള നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ മാറ്റം വരുത്തുകയൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു അനുകൂലമായ സാഹചര്യമാണ് ഈ വിഷുഫലത്തോടു കൂടി നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ നിങ്ങൾ നീങ്ങിയാൽ സർക്കാർ രേഖകളോ അതിന് വേണ്ടുന്ന അനുകൂലമായ ലോണോ ധനം കിട്ടാനുള്ള വഴികളോ ഒക്കെ മാർഗം തെളിഞ്ഞു വരും. ഇനി കലാകാരെ സംബന്ധിച്ച് കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ്. നമ്മൾ ഒരുപാട് വിശ്വസിച്ചിരുന്നവരിൽ നിന്ന് ചതിയോ വഞ്ചനയോ വരാതെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമുക്ക് അവസരങ്ങളും മറ്റും അടുത്തെത്തിയിട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ട് എളുപ്പം ചെയ്യേണ്ടത് നിങ്ങൾ ഗണപതി പ്രീതിയും അതുപോലെ തന്നെ വിഷ്ണു പ്രീതിയും വരുത്തിയാൽ, അല്ലെങ്കിൽ പ്രാർത്ഥനയും ധ്യാനവും മുടങ്ങാതെ കൊണ്ടുപോയാൽ നിങ്ങൾക്കൊരു ജൂൺ കഴിയുമ്പോൾ അനുകൂലമായിട്ട് വരും. അപ്പോഴേക്ക് നിങ്ങൾക്ക് ഈ വരേണ്ട അവസരങ്ങളും കാര്യങ്ങളും ബ്ലോക്കായി നിന്നിരുന്നതെല്ലാം ഗുണകരമായിട്ട് വരും. അതുവരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു വളരെ ഗുണകരമായ കാലം വരുന്നു. പക്ഷേ കർമ്മസ്ഥാനത്ത് കേതു നിൽക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധ വേണം. എന്തിനിറങ്ങുമ്പോഴും ജാതകം നോക്കി ഗണപതി പ്രീതി വരുത്തിയേ മുന്നോട്ട് പോകാവൂ. ഗണപതിയും ചാമുണ്ഡി പ്രീതി ഉണ്ടെങ്കിലേ ആ കേതുവിൻ്റെ ദോഷം, 10ൽ കർമ്മസ്ഥാനത്തിരിക്കുന്ന കേതു അടുത്തെത്തിയിട്ട് കാര്യങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടാക്കാം, ആ ബ്ലോക്ക് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ താമ്പാതി ദൈവംപാതി എന്ന് പറഞ്ഞ പോലെ ദൈവാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുകയും വേണം. എന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്താൽ ഈ വർഷം മുതൽ നിങ്ങൾക്ക് അങ്ങോട്ട് ഗുണകരമായ വിജയകരമായ കാലമാണ്. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് ഒരു മുമ്പോട്ടുള്ള കാലം ഒരു 1-2 വർഷം വളരെ നല്ലതാണ്. അത് പ്രയോജനപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കഷ്ടതകൾ നീങ്ങുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. അതിൽ നിങ്ങളുടെ കൺസൾട്ടിങ്ങിനായിരുന്നാലും സംശയങ്ങൾക്കായിരുന്നാലും മെസ്സേജ് ഇട്ടാൽ മതി. കോൾ ഞാൻ അധികം അറ്റൻഡ് ചെയ്യാറില്ല. ഫ്രീ ആവുന്ന മുറയ്ക്ക് മറുപടി തരും. ലൈക്കും സബ്സ്ക്രിപ്ഷനും കൊണ്ട് നമ്മൾ ഒരു കുടുംബമായി മുന്നോട്ട് പോകുന്നതിൽ പ്രപഞ്ചശക്തിയുടെ പേരിൽ, ഭഗവാന്റെ പേരിൽ എല്ലാ രീതിയിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും ഈ നമ്മുടെ വിഷു ഫലം ഈ വർഷം നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും ഐശ്വര്യവും ഉണ്ടാവട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഗുരുവായൂരപ്പ എല്ലാവർക്കും നല്ലത് തന്നെ. ഹരേ കൃഷ്ണ.